I love you, Trivandrum. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ നമ്മുടെ റെട്രോ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ആ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ, അതായത് അവിടുത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ കൊതിച്ചു, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഫാൻസ്, ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാള ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചത്. അതെ, ഒരു രക്ഷയില്ല. സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എന്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേരെ ജയറാമേട്ടന്റെ, ലാലേട്ടന്റെ, മമ്മൂക്കയുടെ, അങ്ങനെ കുറെ ഹീറോസ്, സൂര്യ സാർ, അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫംഗ്ഷന് വരുന്നത്, ഇതിൽ പരം വലിയ ലോട്ടറി വേണം. ഐ ലവ് യു, താങ്ക് യു സോ മച്ച് സർ. സൂര്യ സാറെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും കിട്ടിലുമാണ്. ഒരു നമുക്ക് ഞാൻ ഒരു കണ്ടാണെങ്കിൽ ഒരു ഉറപ്പായിട്ടല്ലോ എഴുതി കൊടുക്കും. ഞാനെന്ന് വെച്ചാല് എല്ലാം ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രമല്ലല്ലോ, ആ ഭംഗി രസമാവുന്നെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം, അയാളുടെ മറ്റുള്ളവരുടെ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു, ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് മടുക്കും. ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയും തോറും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ്. ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്നൊരു സൂപ്പർ സ്റ്റാറാണ് സൂര്യ സാർ. അതിലൊരു സന്തോഷം, അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ തോന്നുന്നൊരു സന്തോഷം, അതിന്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമയില് ഞാനൊരു വലിയൊരു കഥാപാത്രമാണ്. എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം എന്നിൽ വിശ്വസിച്ചത് എന്റെ ഫ്രണ്ട് കാർത്തി. അദ്ദേഹം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അഭിനയിച്ച. ഓൾ ക്രെഡിറ്റ്സ് ടു കാർത്തിക് സുബരാജ് ആൻഡ് മിസ് യു കാർത്തിക് ആൻഡ് 2D ആൻഡ് സ്റ്റോൺ ബെഞ്ച് ഫ്രണ്ട്സ്. കിട്ടില്ല പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ. നമുക്കൊരു വലിയ ബഡ്ജറ്റ് സിനിമയാണ്. നമ്മള് ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് 150 കോടിയൊക്കെ മേലെയാണ്. അത്ര വലിയൊരു ദ്വീപൊക്കെ ഒരു രാജ്യം മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണ് അത്. അതിന്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം. ഭയങ്കര സൂപ്പർ ഹാപ്പി. വേറെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ സുജിത്, കരുണാകരൻ, മച്ചാങ്കാർക്ക് എല്ലാവരും ഉണ്ട്. എന്റെ സെന്തിക് ഡിസ്ട്രിബ്യൂട്ടർ, ഇത് പൊളിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. സൂപ്പർ ഫിലിം മേക്കറാണ് കാർത്തി. എന്താ പറയാ, അദ്ദേഹം ഒരു സ്പെഷ്യൽ വേൾഡ് ഉണ്ടാക്കി, പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി, ഭയങ്കര രസമായിട്ടാണ് ഫിലിം മേക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത് അഭിമാനമാണ്. ചേട്ടൻ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ആ മൂവി ആദ്യമേ കാർത്തിക് സുബ്രാനെ കാണിക്കുകയുണ്ടായി. അദ്ദേഹം പോസ്റ്റ് ഒക്കെ ചെയ്യുകയുണ്ടായി. ചേട്ടൻ ഡയറക്ടർ ആയി കഴിഞ്ഞ ശേഷം, ആ മൂവി പ്രിവ്യൂ ചെയ്തതിനു ശേഷം കാർത്തിക് സുബ്രാൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം സിനിമയെ കുറിച്ചിട്ട് വലിയ ഹിറ്റ് ആയിരിക്കും ഏറ്റവും ആദ്യമായിട്ട് ഇട്ട ആള്. എന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഫസ്റ്റ് കട്ട് കണ്ടിട്ട് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റർ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ട ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ മാത്രമാണ് കിട്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതമായിരുന്നു. ആ പോസ്റ്റർ എനിക്ക് ഭയങ്കര വാല്യൂള്ളതാണ്, ഭയങ്കര സപ്പോർട്ടാണ്. സന്തോഷം, സ്നേഹം സൂര്യ സാറിനോട് ഈ പാട്ടിലൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്റെ കൂടെ നിങ്ങളും, ഞാൻ മാത്രമല്ല പാടുന്നത്, നമ്മളെല്ലാവരും കൂടി പാടാം. കണ്ണാലെ കണ്ണോട് മോതും കണ്ണാടി പൂവേ നീ താണ്ടി എന്നും ഉന്നോട് നാ ഒന്നാക വേണോ അടിയനാടി നീ പറ്റണില്ല. ഞാൻ എക്സ്പീരിയൻസിനെ മാത്രം എഴുതുന്ന പാടണമെന്നുണ്ടായിരുന്നു. സോറി, വേറെ ദിവസം